കിടങ്ങൂരുകാരനായ PKVക്ക് ശേഷം CPയുടെ തലപ്പത്തേക്കെത്തിയ കോട്ടയംകാരനായിരുന്നു കാനം. കൊച്ചുപുരയിടത്തിൽ VK പരമേശ്വരൻ നായരുടെയും TK ചെല്ലമ്മയുടെയും മകനായ രാജേന്ദ്രൻ. പൊതുപ്രവർത്തകനായപ്പോൾ പേരിനൊപ്പം നാടിന്റെ പേരും ചേർത്തു. 1977 AYF പ്രവർത്തന കാലത്ത് തന്നെ പേരിനൊപ്പം കാനവും കൂട്ടി. കാനം എന്ന ഗ്രാമം EJ എന്ന എഴുത്തുകാരന്റെ പേരിലാണ് മലയാള സാഹിത്യ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ കാനം രാജേന്ദ്രൻ വളർച്ചയിലൂടെ അത് രാഷ്ട്രീയ കേരളത്തിലെ ശക്തനായ ഒരു നേതാവിന്റെ പേരായി മാറി. പിന്നീട് ഈ ഗ്രാമം അറിയപ്പെട്ടതും വളർന്നതുമെല്ലാം അദ്ദേഹത്തിലൂടെയായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ വിപ്ലവ നക്ഷത്രമായിരുന്ന കാനം രാജേന്ദ്രന്റെ വിട പറഞ്ഞിട്ട് നാളെ 2 ആണ്ട് തികയുന്നു. ASFലൂടെയായിരുന്നു കാനം പൊതുരംഗത്തെത്തിയത്. 18 വയസ്സാകാൻ കാത്തിരുന്ന് പാർട്ടി അംഗമായ ആളാണ് കാനം രാജേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അക്കാലത്ത് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാൾ. 14 വയസ്സ് മുതൽ ASF പ്രവർത്തകനും പ്രാദേശിക ജില്ലാ ഭാരവാഹിയുമായിരുന്ന പയ്യന്റെ രാഷ്ട്രീയ ബോധ്യം ഉറപ്പായ പാർട്ടി നേതൃത്വം 18 വയസ്സായപ്പോൾ തന്നെ അംഗത്വം കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ ഐക്യ കേരളത്തിൽ അധികാരമേൽക്കുന്നതിന് 7 വർഷം മുൻപ് 1950 നവംബർ 10 ജനിച്ച രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന ശേഷമുള്ള ആദ്യ ഇടതു ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയതിന്റെ പിറ്റേ വർഷം 1968 പാർട്ടി അംഗമായത്. തൊട്ടടുത്ത വർഷം തന്നെ ASF സംസ്ഥാന സെക്രട്ടറിയായി 19-ാം വയസ്സിൽ. 20 വയസ്സിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം. 2 തവണ നിയമസഭയിലേക്ക് ജയിച്ചു. 1960കളുടെ അവസാനവും 70കളുടെ ആദ്യവും കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കാനം അക്കാലത്ത് വാഴൂർ MLA ആയിരുന്ന കടയിനിക്കാട് പുരുഷോത്തമൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചാണ് സജീവ രാഷ്ട്രീയത്തിലെത്തുന്നത്. 1970 AYFന്റെ സംസ്ഥാന സെക്രട്ടറി ആയി തുടങ്ങി CPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വരെയായി. കേരള കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമെന്ന് എക്കാലത്തും വിധിയെഴുതപ്പെട്ട വാഴൂരിൽ കടയിനിക്കാട് പുരുഷോത്തമൻ പിള്ളയ്ക്കു ശേഷം ചെങ്കൊടി പാറിച്ചത് കാനം രാജേന്ദ്രന്റെ യുവത്വവുമായിരുന്നു. ഐക്യമുന്നണിയോട് കൂറുള്ള മണ്ഡലം എന്ന് പൊതുവെ വിശ്വസിക്കപ്പെട്ട മണ്ഡലത്തിൽ CPIയെ പടിപടിയായി വളർത്തിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അക്കാലത്ത് AYFന്റെ നായകനായി വളർന്നു വന്ന കാനം രാജേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനായിരുന്നു. 1982-87 കാലയളവിലെ 7ാം കേരള നിയമസഭയുടെ കാലം. 1984 ജൂലൈ 27 സാലി കൊലക്കേസിലെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സബ്മിഷൻ കാനം രാജേന്ദ്രൻ സഭയിൽ ഉന്നയിച്ചത്. വയലാർ രവിയായിരുന്നു ആഭ്യന്തരമന്ത്രി. കേരളത്തെ പിടിച്ചുകുലുക്കിയ സാലി വധക്കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കാനം നിരാഹാര സമരം നടത്തിയിട്ടാണ് K കരുണാകരൻ സർക്കാർ വിദ്യാധരൻ കമ്മീഷനെ വെച്ചത്. പക്ഷേ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 2 മാസമായിട്ടും അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റമുണ്ടെന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റും ആഭ്യന്തരമന്ത്രിയും വേണ്ടേ നടപടികൾ സ്വീകരിക്കണം എന്നും കാനം ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന ഉറപ്പിൽ വയലാർ രവി അവസാനിപ്പിച്ചില്ല. പ്രതിപക്ഷത്തെ യുവ സാമാജികന്റെ ശക്തമായ ഇടപെടലിനെ നേരിൽ അഭിനന്ദിക്കുകയും ചെയ്തു. 8ാം നിയമസഭയിൽ 1987 ഓഗസ്റ്റ് 12 ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് കാനം രാജേന്ദ്രൻ നടത്തിയ പ്രസംഗം 36 വർഷങ്ങൾക്കു ശേഷവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിന്റെ കാര്യത്തിലും എത്രയോ പ്രസക്തമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതാവിന്റെ ഉൾക്കന്നം കൂടുതൽ വ്യക്തമാവുക. കോൺഗ്രസ് ആണ് അന്ന് കേന്ദ്രത്തിൽ. കേരളത്തിൽ EK നായനാരുടെ നേതൃത്വത്തിൽ LDF സർക്കാർ. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വരുമാനം കുറയ്ക്കുന്നതിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ ആവിഷ്കരിക്കാമോ അതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഓരോ കാലത്തും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന് അർഹമായ നികുതി വരുമാന വിഹിതം കിട്ടാത്തത് തുറന്നുകാട്ടി നടത്തിയ അതിശക്തമായ ആ പ്രസംഗം കാലത്തെ അതിജീവിക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യത്തോടെ നിൽക്കുന്നു. തോട്ടം മാനേജരായിരുന്ന പിതാവിന്റെ ഒപ്പം നടന്ന് എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളുടെ ജീവിതം കണ്ടാണ് രാജേന്ദ്രൻ വളർന്നത്. എല്ലാ അവധിക്കാലത്തും കാനം പിതാവിനൊപ്പം തോട്ടം മേഖലയിൽ പോയിരുന്നു. പിൽക്കാലത്ത് തൊഴിലാളികളുമായുള്ള ബന്ധത്തിനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കും സജീവ പരിഗണന നൽകാൻ ഇത് പ്രേരണയേകി. മുൻനിര ട്രേഡ് യൂണിയൻ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച് അദ്ദേഹം AITCയുടെ തലപ്പത്ത് വരെ എത്തി. 1970 CPI സംസ്ഥാന കൗൺസിലും പിന്നീട് NE ബലറാം സെക്രട്ടറി ആയിരിക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായി. 25 വയസ്സായിരുന്നു അന്ന് പ്രായം. MN C അച്യുതമേനോൻ, TV തോമസ്, വെളിയം ഭാർഗവൻ തുടങ്ങിയ മഹാരഥകന്മാർക്കൊപ്പമുള്ള പ്രവർത്തനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തായിരുന്നു കാനത്തിന്റെ വഴികാട്ടി.